നമസ്കാരം. ഞാൻ ഈ പറയുന്ന 9 നക്ഷത്ര ജാതകർക്ക് ഇന്നേക്ക് 7 ദിവസത്തിനകം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അനുഭവത്തിൽ നിങ്ങൾ വിശ്വസിക്കും. കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിലെ ഒരു നല്ല കാലത്തിലേക്ക് കടക്കുകയാണ് ഈ 9 നക്ഷത്ര ജാതകരും. ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്ന സമയമാണ്. കഷ്ടതകളൊക്കെ മാറി ഒരു വലിയ നേട്ടത്തിലേക്ക്, ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഈ 7 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മെ തേടി വരും. നമ്മൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഇന്ന് ഇവർക്ക് നടന്നു കിട്ടാനുള്ള ഒരു യോഗമുണ്ട്. ഇന്ന് ജൂലൈ മാസം 12-ാം തീയതി, കാർത്തികയാണ് നക്ഷത്രം. മിഥുനമാസം 27 ശനിയാഴ്ച ദിവസമാണ്. ഇന്നേക്ക് 7 ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ചില അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ഏതൊക്കെയാണ് ആ നക്ഷത്ര ജാതകർ? ഇവർക്ക് ഏതെല്ലാം വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക? ഇവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം, എന്തൊക്കെ വഴിപാടുകൾ നടത്തണം എന്നൊക്കെ വ്യക്തമായി നമുക്കിന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒക്കെയും ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നാളെ പ്രത്യേക പൂജയുണ്ട്. ഞായറാഴ്ചയാണ്. അതിരാവിലെയുള്ള പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ചില ഗോചര ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, ഉയർച്ച വന്നു ചേരും. അങ്ങനെ വലിയ ഒരു ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്ന നക്ഷത്ര ജാതകർ. കാലങ്ങളായി ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ച, ദുരിത ദുഃഖങ്ങളിലൂടെ പോകുന്ന, ജ്യോതിഷന്മാരെ പോയി കണ്ടിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. പല ജ്യോതിഷന്മാരെയും നമ്മൾ പോയി കാണാറുണ്ട്. അവർ തരുന്ന ഉപദേശപ്രകാരം പല വഴിപാടുകളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ആദ്യമൊക്കെ പ്രയോജനം ലഭിക്കും. പിന്നീട് ഒരു ഫോളോ അപ്പ് നമ്മൾ മറന്നു പോകും. നമ്മൾ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, ഭാഗ്യം, ഉയർച്ച ഒക്കെ വന്നു ചേരും. ഇതിലൊക്കെ പുറമെയാണ് നമ്മൾ എടുക്കുന്ന എഫോർട്ട്. ഏത് കാര്യത്തിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ശ്രമം നടത്തുകയും ഗോചരഫലങ്ങൾ അനുകൂലമാകുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുമെന്ന് 100% ഉറപ്പാണ്. ചിലരൊക്കെ പറയാറുണ്ട്, സ്വാമി പറയാറുണ്ട്, അല്ലെങ്കിൽ തിരുമേനി പറയാറുണ്ട്, എൻ്റെ സമയം നല്ലതാണ്, ഇനി എനിക്ക് അടിവച്ചടിവച്ച് ഉയർച്ചയാണ് എന്ന്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. തിരുമേനി പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. മടി പിടിച്ചിരുന്ന നമ്മുടെ ജീവിതത്തിൽ മടിയേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രമം നടത്തുക. നമ്മുടെ ശ്രമം നമ്മെ വിജയത്തിൽ കൊണ്ടെത്തിക്കും. നമ്മുടെ നാട്ടിലെ സമ്പന്നരെ നോക്കിക്കഴിഞ്ഞാൽ അവർ എടുത്ത ആത്മാർത്ഥതയാണ് അവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിയത്. നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ മുഴുകി പൂർണ്ണമായും നിങ്ങളത് നടക്കണമെന്ന വിശ്വാസത്തിൽ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും. ഇവിടെ ഞാനീ പറയുന്ന 3 രാശിയിലെ 9 നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഇവരുടെ സമയം അനുകൂലമാണ്. അതിൽ ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്ന ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ കാണും. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ നക്ഷത്രം? അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. അപ്പോൾ ചോദിക്കും, തിരുമേനി 7 ശനിയുടെ കാലമല്ലേ? കേസും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമല്ലേ? രോഗപീഠയൊക്കെ ഉണ്ടാകുന്ന സമയമല്ലേ? അപ്പോൾ ഒരുപാട് മനക്ലേശത്തിൽ കഴിയുന്ന, ഒരുപാട് ദുരിതത്തിൽ കഴിയുന്ന എനിക്കൊരു നല്ല കാലം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന്. എത്ര വലിയ 7 ശനിയാണെങ്കിലും ആ ശനിയെയൊക്കെ മാറ്റിയെടുക്കാൻ പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും നമുക്ക് സാധ്യമാകും.
അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയും ചെയ്യേണ്ട കാര്യം, ശനിയാഴ്ച ദിവസം എള്ളുദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക, അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം കത്തിക്കുക. തീർച്ചയായും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ശുക്രൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭം, പുത്രസൗഖ്യം, ബന്ധുഗുണം, ഗുരുജനപ്രീതി ഇതൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഒരുപാട് അപമാനങ്ങൾ സഹിച്ചവരാണ് ഈ മേടരാശിക്കാർ, അശ്വതിയും ഭരണിയും കാർത്തികയും. എന്നാൽ ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയത്തിലേക്കാണ് കടക്കുന്നത്. ഞാനീ പറഞ്ഞ 3 നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ നിങ്ങൾക്കും ഭാഗ്യമാണ്. അവർക്ക് വേണ്ടി ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുമോ? നിങ്ങൾ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല, മകരക്കൂറുകാർ തന്നെയാണ്. ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ഒരു പുത്രഭാഗ്യം നിങ്ങൾ കാണുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് സന്താനഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു പുത്രഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടാൻ പോകുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. ഇത് ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, സർവൈശ്വര്യത്തിൻ്റെ സമയമാണ്. ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾക്ക് നടന്നു കിട്ടും. നിങ്ങൾ കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യവും നേട്ടവും നിങ്ങൾക്ക് വന്നു ചേരുന്നു. ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയുടെ 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വസ്തു വാങ്ങാൻ, ആ വസ്തുവിലൊരു നല്ല കൂര പണിയാൻ, ആ വീട്ടിൽ നിങ്ങൾക്ക് നന്നായി താമസിക്കാൻ, ഒരു കാർ വാങ്ങാൻ, നിങ്ങളുടെ മക്കളും ഒക്കെയായി സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കഴിയാനുള്ളൊരു യോഗം വന്നു ചേരുന്നു. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് നേട്ടമാണ്. വ്യാഴം ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് നിങ്ങളുടെ ബുദ്ധിസാമർഥ്യത്താൽ അല്ലെങ്കിൽ വാക്സാമർഥ്യത്താൽ കാര്യസിദ്ധിയിലേക്കും ധനലാഭത്തിലേക്കും നയിക്കും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ എന്താണോ നേടുന്നത്, എന്താണോ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഇനി ഈശ്വരാധീനം കൊണ്ടായിരിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. ഇത് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ഭാഗ്യസമയമാണ്. ക്ഷേത്രദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങക്കൂറുകാരാണ്. മകവും പൂരവും ഉത്രവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ശുക്രൻ ജന്മരാശിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനാഭിവൃദ്ധി വന്നു ചേരും. ബുധൻ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനലാഭമാണ്, കാര്യജയമാണ്, കുടുംബസൗഖ്യമാണ്, സന്താന സൗഖ്യമാണ്. സന്താനഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വിവാഹമൊക്കെ കഴിഞ്ഞു നിൽക്കുന്നവർക്ക്, ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതും ഒക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത്. ഇന്ന് 7 ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. രക്ഷപ്പെടും ഉറപ്പാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ഈ 9 നക്ഷത്ര ജാതകരും ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അതുപോലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായും വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും. തിരുപ്പതിയിലൊക്കെ പോവുക. തിരുപ്പതിയിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വലിയ മാറ്റമാണ്, വലിയ നേട്ടമാണ്. അതുപോലെ കാളഹസ്തിയിലും പോവുക.
തീർച്ചയായും വലിയൊരു മാറ്റം, വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടി വരും. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.